നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഇന്ന് ഫുൾ പുറത്തായിരുന്നു. ഇന്ന് ഒരുപാട് ദൂരങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ട് എന്ന് കരുതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഷാളി സ്വീകരിച്ചിരിക്കുന്നു. മണിബാബു, ശ്രീ മണിബാബുവിനെ പാർട്ടിയിലേക്ക് ഈ വേദി അടുത്തതായിട്ട് ശ്രീ ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്തതായി ശ്രീ വേണു നാടാലക്കൽ. അടുത്തതായി ശ്രീ വേണു നാടാലക്കൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ഈ ആദരവ്, ഈ അംഗത്വം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചോളൂ. जय जय बीजेपी, जय जय भारत माता. നമ്മുടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്ന 12ാം വാർഡിൽ നിന്നുള്ള സാമ്പിൾ ഡോസാണ് അടുത്തത്. ബാക്കി ബിജുവിന്റെ വിജയത്തിന് നമ്മൾ കൂടുതൽ ആളുകളെ ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ശ്രീ സതീഷ് ബി അവറുകൾ BDJSന്റെ ജില്ലാ സെക്രട്ടറിയാണ്. നമ്മളോടൊപ്പം കഴിഞ്ഞ ദിവസം സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ തരുൺ ചുഡ് വരികയും അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും ഷാൾ അണിയിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സഹോദരനെ ശ്രീ ബിബിൻ വേദിയിലുണ്ട്, സ്വീകരിക്കുകയുണ്ടായി. ശ്രീ ബിബിൻ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ രാജേന്ദ്രൻ അവറുകൾ, ആദരണീയനായിട്ടുള്ള പാലമറ്റം വിജയകുമാർ, ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ അവറുകൾ, പാർട്ടിയുടെ സീനിയറായിട്ടുള്ള ആദരണീയനായിട്ടുള്ള സോമൻ ചേട്ടൻ, നമ്മുടെ പാർട്ടി വളരുന്നത് കൊണ്ട് ഒരു വാർഡ് തെരഞ്ഞെടുപ്പിലിരിക്കുന്ന നേതാക്കന്മാരുടെ എണ്ണമാണ് ഈ കാണുന്നത്. പാർട്ടി പഞ്ചായത്തിൽ ഭാവിയിൽ ഭരിക്കും എന്നതിന്റെ സൂചന തന്നെയാണ് നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ
വേദിയിൽ ഇരിക്കുകയാണ്. ഇപ്പൊ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ആരുടെയെങ്കിലും പേര് വിട്ടുപോകാതിരിക്കാൻ പേരെടുത്ത് വിമർശിക്കാതെ എന്റെ പ്രിയപ്പെട്ട കായംകുളം നിയോജകമണ്ഡലത്തിലെ അധ്യക്ഷൻ കൃഷ്ണകുമാറുണ്ട്. എല്ലാവരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ശ്രീമാൻ തമ്പി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഞങ്ങളുടെ വിജയേട്ടൻ ഓടി നടക്കുന്നത് ബിബിൻ കായംകുളം മുഴുവൻ ഓടി നടന്നുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് വിജയേട്ടൻ ഇങ്ങോട്ടേക്ക് എന്റെ കൂടെ കയറി വരുന്ന സമയത്ത് പറഞ്ഞത്. അത് ബിബിൻ ഏറ്റെടുക്കുമെന്ന് ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ബേബി ചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ അന്നേ ആഗ്രഹിച്ചതാണ്, ബിബിൻ ആ സമയത്ത് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്മളോടൊപ്പം നമ്മുടെ കൈ അന്ന് പിടിച്ചിരുന്നുവെങ്കിൽ, മനസ്സ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ കൈ പിടിച്ചിരുന്നുവെങ്കിൽ 1000 വോട്ടിന്റെ വ്യത്യാസത്തിന് KC വേണുഗോപാല് ഈ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്താവില്ലായിരുന്നു, നമ്മൾ 1ാം സ്ഥാനത്ത് വന്നേനെ. പക്ഷേ പ്രകൃതിയുടെ തീരുമാനം, ഈ ഈശ്വരീയമായിട്ടുള്ള നിശ്ചയം എന്ന് പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ബിജു ആണ് താരം, അല്ലെ? അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ബിജുവിനെ തെരഞ്ഞെടുപ്പിൽ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് എത്രയോ വർഷത്തെ പാരമ്പര്യം, ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയും, എന്നോട് ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ ഡയലോഗ് കേട്ട് കേട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ ഡയലോഗ് പതിഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണ്? 10 പേർ കൊടി പിടിക്കാൻ ഇല്ലാത്ത കാലം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ നമ്മുടെ സംഘടനയ്ക്കകത്തുണ്ട് എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷത്തിൽ നമ്മളില്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോ ശക്തിയായിട്ട് മുന്നോട്ട് വരുന്നത്. ഏതാണ്ട് 20% വോട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് കേരളത്തിൽ, ഈ കേരള സംസ്ഥാനത്ത് 20% വോട്ട് ഭാരതീയ ജനതാ പാർട്ടി NDAക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. 5.5% വോട്ട് ഉണ്ടായിരുന്നില്ല ത്രിപുരയില്. ആ ത്രിപുരയിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവിടെ സൃഷ്ടിക്കാൻ സാധിച്ചതെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കണക്ക് പരിശോധിക്കുകയും അവിടെ ഒരാളും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത്? എല്ലാ കുടുംബയോഗങ്ങളിലും കൃഷ്ണകുമാറിന്റെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പ്രസംഗിക്കുകയാണ്. എന്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് പോലും രാത്രി 11:30 വരെ പാലക്കാട് പ്രവർത്തിച്ച് തിരിച്ച് തൃശ്ശൂരിൽ വന്ന് രാവിലെ 10:30 വരെ അമ്മയുടെ അരികിലിരുന്ന് വീണ്ടും 10:30 മണിക്ക് നമ്മൾ കാറുമായിട്ട് പാലക്കാട് പോയി അവിടെ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത്, പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത്, ആദ്യത്തെ നിയോജകമണ്ഡല കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു, അന്ന് ശ്രീമാൻ സുരേഷ് ഗോപി വേദിയിലുണ്ട്, ശ്രീമാൻ ജോർജ് കുര്യൻ വേദിയിലുണ്ടായിരുന്നു. ആ വേദിയിൽ ഞാൻ പറഞ്ഞ എന്റെ പ്രസംഗം എന്റെ ഈ പത്തിയൂരിലെ സഹോദരി സഹോദരന്മാരും ജനാധിപത്യ വിശ്വാസികളും മറന്നിട്ടുണ്ടാകില്ല. അവിടെ ഞാൻ പറഞ്ഞു, പേരിന്റെ പ്രസക്തിയില്ല, താമരയാണ് ചിഹ്നം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ച് ശ്രീമാൻ നരേന്ദ്രമോദിക്ക് സമ്മാനമായിട്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി അന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ഏത് വ്യക്തിയാണോ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ആ പ്രഖ്യാപനം ഭാരതീയ ജനതാ പാർട്ടി നടപ്പിലാക്കി കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ പറയും. പല രീതിയിലും ജനാധിപത്യ പാർട്ടിയായത്. ഈ പാർട്ടി എന്ന് പറയുന്നത് ഹിറ്റ്ലർ അല്ല ഇതിനെ നയിക്കുന്നത്, മുസോളിനി അല്ല ഇതിനെ നയിക്കുന്നത്. ഈ പാർട്ടിയെ നയിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഞങ്ങൾ സഹപ്രവർത്തകന്മാർ കഷ്ടപ്പെട്ട് കഠിനമായി പ്രയത്നിച്ച് മുന്നോട്ട് വരുമ്പോ, എനിക്ക് 50 വയസ്സാണ്. 13 വയസ്സിലാണ് ഞാൻ ബാലഗോകുലത്തിൽ പോയിട്ട് ശ്ലോകങ്ങൾ ചൊല്ലിയത്.
ഞാൻ ഒരക്ഷരം പോലും സംസ്കൃതം പഠിച്ചിട്ടില്ല. പക്ഷേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗമ്യ രാജാവചനം അബ്രവീത് എന്ന് തുടങ്ങുന്ന ആ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ അതെല്ലാം തന്നെ ഹൃദിസ്ഥമാക്കിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്ന ബാലഗോകുലത്തിന്റെ ക്ലാസ്സിൽ പോയതുകൊണ്ടാണ്. അവിടേക്ക് 13 വയസ്സുള്ള ഞാൻ ബാലഗോകുലത്തിന്റെ ക്ലാസ്സിലേക്ക് പോകുമ്പോ പട്ടിണിയാണ്, വിഷം നൊട്ടിയ വയറുമായിട്ടാണ് ബാലഗോകുലം ക്ലാസ്സിൽ പോയിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് എന്റെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെയാണ്. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്നാണ്. ആ സുരേഷ് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത് ഇന്ന് ഡൽഹിയില് വലിയ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിട്ട് വലിയ പദവിയിലിരിക്കുകയാണ്. എന്താണ്? മാത്തമാറ്റിക്സില് 100-ൽ 100 സുരേഷിനും പട്ടിണിയാണ്. 13 വയസ്സുള്ള എന്നെ 15 വയസ്സുള്ള സുരേഷ് വന്ന് വീട്ടിൽ വന്ന് ബാലഗോകുലത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആദ്യത്തെ ബാലഗോകുലത്തിന്റെ ക്ലാസ്സിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ഏകോപാന വിശേഷം വരികയും മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശോഭ ശ്ലോകം നല്ല അക്ഷരസ്ഫുടതയോടുകൂടി ചൊല്ലുന്നു, കഠിനമായി നല്ല രീതിയിൽ വാക്കുകൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൈ പിടിച്ചതോ എന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതോ അന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 13 വയസ്സുള്ള കുട്ടിയല്ലേ. ആ സമയത്ത് ആ നാട്ടിലാകെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവിടെ നമ്മുടെ തന്നെ വളരെയധികം ചുറ്റുവട്ടത്തുള്ള ആളുകളെല്ലാം മന്ത്രി മൊയ്തീന്റെ പഞ്ചായത്താണ് തെക്കങ്കര പഞ്ചായത്ത്. അപ്പോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, കൂലിപ്പണിക്ക് പോകുന്ന കൃഷ്ണന്റെ മകൾ, ഈ സംഘടനയിലേക്ക് കടന്നു വന്നപ്പോ എന്തെല്ലാം ദുരിതങ്ങളും എന്തെല്ലാം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് കൃത്യമായി എന്നെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടുന്ന ഇവിടുത്തെ ഏതെങ്കിലും 1-2 മാധ്യമ മുതലാളിമാർക്ക് അറിയുമോ? നിന്റെയൊക്കെ നട്ടലിന്റെ 100 ഇരട്ടി ശക്തിയാണ് ശോഭാ സുരേന്ദ്രന്റെ നട്ടലിനുള്ളത്. കാരണം ആരുടെ മുന്നിലും എന്തിനു വേണ്ടിയിട്ടും അത് കുടുംബത്തിന് വേണ്ടി കൂടി തലകുനിച്ചു നിന്നിട്ടില്ല എന്നുള്ളതാണ്. ആരുടെ മുന്നിലും നിന്നിട്ടില്ല. ആ എന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ച ശോഭാ സുരേന്ദ്രനെ കേരളത്തിന്റെ തെരുവീതിയിൽ എന്റെ പ്രവർത്തകരുടെ മനസ്സിൽ എനിക്കെതിരായിട്ട് വിദ്വേഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്തയാണ്. ഇന്നലെയും ഞാൻ വാർത്ത കണ്ടു. എന്താ വാർത്ത? ശോഭാ സുരേന്ദ്രനെതിരെ റിപ്പോർട്ട് കൊടുത്തു. ഈ റിപ്പോർട്ട് കൊടുത്ത വാർത്ത സംപ്രേഷണം ചെയ്ത പ്രധാനപ്പെട്ട 1-2 ചാനലുകൾ പറയണം ആർക്കാ കൊടുത്തത്. നരേന്ദ്രമോദിക്കാണെങ്കിൽ, അമിത്ഷാജിക്കാണെങ്കിൽ, നദ്ദാജിക്കാണെങ്കിൽ ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ടി, നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങൾക്കുണ്ടല്ലോ രാഷ്ട്രീയം, ചില ആളുകൾക്ക് അങ്ങനെയുള്ള പ്രസ്ഥാനമല്ലിത്. കഴിഞ്ഞ 30 വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിച്ച ഒരു സ്ത്രീ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുമ്പോ നിങ്ങൾക്കറിയില്ലേ? ഞാൻ പ്രസംഗിച്ചതാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പാലക്കാടിലെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി സ്ഥാനാർത്ഥി മോഹിയായിട്ട് സ്ഥാനാർത്ഥി പട്ടം യാചിച്ചു നടക്കുന്ന ആളല്ല. എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ആലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്റെ ഏറ്റവും വലിയ നേതാവ് ശ്രീമാൻ നരേന്ദ്രമോദി മുതൽ അമിത്ഷാജി മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രൻ വരെയുള്ളവരോട് ഞാൻ പറഞ്ഞതാണ്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കാനും പ്രവർത്തിക്കാനുമുള്ള ആരോഗ്യം എനിക്കില്ല. കാരണം ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ഹെർണിയയുടെ സർജറി കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസമാണ് എന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. എന്റെ വലിയ നേതാവിനോട് എനിക്ക് 2 മിനിറ്റ് സമയം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നല്ല കരുത്തുള്ള RSSകാരും BJPക്കാരും ഒക്കെ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ പിടഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള ആശുപത്രികൾ അവിടെയുണ്ട്, നിങ്ങൾ പോയി മത്സരിക്കണമെന്നാണ് അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞത്. പിന്നെ ഒന്നും മറുത്തു പറഞ്ഞിട്ടില്ല. എവിടെ പോകാൻ പറഞ്ഞാലും പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട്. എങ്കിൽ എന്നെ പാർട്ടിയിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ
എന്റെ ഭാഗത്തു നിന്ന് ഒരു ഡയലോഗ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഇവിടുത്തെ പൊതുസമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ഈ ബിജുവിനെ പോലെയുള്ള ആളുകളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കസേരയിൽ ഇരുത്തുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി. കാരണം ശോഭാ സുരേന്ദ്രൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്ന് വെറുതെ ഒരു ദിവസം ഫ്ലക്സ് ബോർഡിൽ സ്ഥാനം പിടിച്ചതല്ല. ഇത് മുദ്രാവാക്യം വിളിച്ചത് ബിജുവിനെ പോലെയുള്ള ആളുകളാണ്, എന്റെ സ്വയം സേവകന്മാരാണ്, എന്റെ ഭാരതീയ ജനതാ പാർട്ടിയിലെ പ്രവർത്തകന്മാരാണ്. അവര് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശ്രീ ബിപിൻ പറഞ്ഞതുപോലെ, ശ്രീമാൻ തമ്പി പറഞ്ഞതുപോലെ, നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ഒന്ന് ഉണർന്നെണീറ്റ് കാണാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ കാണാൻ, ഭാരതീയ ജനതാ പാർട്ടിയെ NDA ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് കാണാൻ, ജില്ലാ പ്രസിഡന്റായിട്ട് കാണാൻ, MLA-മാരായിട്ട് കാണാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മനസ്സ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ, ആ ആഗ്രഹം കൊണ്ട് ജനം ഇരിക്കുമ്പോ, നമ്മളിവിടെ 1-ാം സ്ഥാനത്ത് വന്നു, പത്തിയൂർ പഞ്ചായത്തിൽ 1-ാം സ്ഥാനത്ത് വന്നു, കണ്ടല്ലൂരിൽ 1-ാം സ്ഥാനത്ത് വന്നില്ലേ? കോൺഗ്രസ് പാർട്ടിയുടെ അല്ലേ, കോൺഗ്രസ് പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടുള്ള കണ്ടല്ലൂരിന്റെ മണ്ണിലും 1-ാം സ്ഥാനത്ത് താമര ചിഹ്നത്തിലാണ് വോട്ട് നേടിക്കൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി, ശോഭയല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി 1-ാം സ്ഥാനത്ത് വന്നില്ലേ? കരുവാറ്റയിൽ എന്താ ഉണ്ടായത്? ദേവികുളങ്ങരയും വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ എല്ലാ മേഖലകളും പരിശോധിച്ചു നോക്കിയാൽ 1/2 ഡസനോളം വരുന്ന സ്ഥലങ്ങളിൽ 1ഉം 2ഉം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ സഖാക്കന്മാർ വോട്ട് ചെയ്തു, കോൺഗ്രസുകാർ വോട്ട് ചെയ്തു. അച്യുതാനന്ദൻ സാറിന്റെ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനത്ത് വന്നു. ശ്രീമാൻ സുധാകരന്റെ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനത്ത് വന്നു. അങ്ങനെ നമ്മുടെ പ്രസ്ഥാനം കേരളത്തിൽ മുന്നോട്ട് പോയപ്പോ 20% വോട്ട് ആകമാനം കിട്ടിയപ്പോ നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ഒരു പാർലമെന്റ് മണ്ഡലം എന്നുള്ള 1ാമത്തെ സർട്ടിഫിക്കറ്റിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കുറിപ്പ് വാങ്ങിയ ആളാണ് ഈ പാവം ശോഭാ സുരേന്ദ്രൻ. അതെന്റെ ശക്തി കൊണ്ടല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരും കോൺഗ്രസുകാരും മനസ്സിലാക്കേണ്ടത് എന്റെ ശക്തി കൊണ്ടല്ല, എന്റെ പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ട്, കോൺഗ്രസിന്റെ തെറ്റായ നയം കൊണ്ട്. ഈ പാർലമെന്റിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള ശ്രീമാൻ കെ.സി. വേണുഗോപാല് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട മുനമ്പത്തെ ക്രിസ്ത്യൻ സഹോദരന്മാരെ മറന്നുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് സംസാരിച്ചത് ഞാനും നിങ്ങളും കേട്ടു. ഇവിടുത്തെ പാവപ്പെട്ടവൻ 5 സെന്റ് ഭൂമി കൊടുക്കണമെന്നും കർഷക തൊഴിലാളിയുടെ പട്ടിണി മാറ്റണമെന്നും പറഞ്ഞ് AK ഗോപാലൻ എന്ന് പറയുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിൽ പട്ടിണി ജാഥ നടത്തി ഇല്ലേ? കൃഷ്ണപിള്ളയുടെ വാക്കുകൾ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ വാക്കുകൾ. എന്തിനേറെ പറയുന്നു, പിണറായി വിജയനേക്കാൾ എത്രയോ നല്ല ആളായിരുന്നു നായനാര്. ആർക്കെതിരെ അഭിപ്രായമുള്ളത്? അച്യുതാനന്ദൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കേരളത്തിന്റെ മണ്ണിൽ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ വാക്കുകളെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട്, അവരുടെ ചിന്തകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, പകൽ മാർക്സിസ്റ്റ് പാർട്ടിയും രാത്രി SDPI-കാരുമായിട്ട് ഈ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞല്ലോ അന്വേഷണ കമ്മീഷൻ, ശ്രീമാൻ ബിപിനെതിരായിട്ട് മാത്രമേ ഇങ്ങനെ വാർത്ത, വലിയ രീതിയിൽ വാർത്ത, എന്താണ്, പോസിറ്റീവ് വാർത്തയല്ല. ഞങ്ങൾ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെയും നമ്മൾ പ്രവർത്തകന്മാർ നിങ്ങൾ അനുജനായിട്ട് ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് പഠിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ ഷൊർണൂരിലും ഒറ്റപ്പാലം പ്രദേശത്തും P. ശശി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയില് സ്വന്തം സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്നതിന്റെ പേരില് പീഡനം ഏറ്റുവാങ്ങിയ കുട്ടിയെ നേരിൽ പോയി കണ്ട ആളാണ് ഞാൻ. ഇവിടുത്തെ സഖാക്കന്മാർക്ക് സംശയമുണ്ടെങ്കിൽ ഒന്ന് വെറുതെ പരിശോധിച്ചാൽ മതി. എവിടെ ഒരു പീഡന കേസ് ഉണ്ടായാലും എന്റെ മനസ്സിൽ വേദനയുണ്ടാകും. ഞാൻ അവിടേക്ക് പോകും. അവിടെ അന്വേഷണ കമ്മീഷൻ വെച്ചു,
ആ പെൺകുട്ടിയുടെ വിഷയത്തെ കുറിച്ച് പഠിക്കാൻ, അന്വേഷണ കമ്മീഷനെ കുറിച്ച് പരിശോധിക്കാൻ വന്നത് ശ്രീമതി ടീച്ചറാണ്. ശ്രീമതി ടീച്ചർ അത്ര ദൂരം നിന്നിട്ട് പറഞ്ഞു ഒരു പീഡനവും ഇവിടെ ഉണ്ടായിട്ടില്ല, ശശിയെ രക്ഷിച്ചു. CKP പത്മനാഭൻ കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ മകളെ ആരാ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ പറയണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? കേരളത്തിലെ ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എത്രയോ മന്ത്രിമാർക്കറിയാം എന്തായിരുന്നു ശ്രീമാൻ സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ തെറ്റ്. കേരളത്തിൽ റോഡുകൾക്ക് വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന പണം ഉപയോഗിച്ച് നല്ല രീതിയിൽ റോഡുകൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും റോഡിൽ കുഴികൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നല്ലോ ഇവിടത്തെ സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ഉള്ളിന്റെ ഉള്ളിൽ ബഹുമാനമുള്ള ഒരു നേതാവാണ് എനിക്ക്. ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ അയ്യപ്പന്റെ കാര്യം പറഞ്ഞതിലൊക്കെ എതിരഭിപ്രായമുണ്ട് എന്നുള്ള കാര്യത്തിൽ അടിവരയിട്ടുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ആ സുധാകരൻ സാറിനെ ചൂണ്ടിയിട്ടല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? കള പറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കള പറയ്ക്കുന്നത് എവിടെയാണ്? ഒരു സിനിമയില്, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയില് മോഹൻലാലിന്റെ കഥാപാത്രം ഷട്ടിൽ നിറയെ ചോരയായിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. രണ്ട് മാധ്യമ പ്രവർത്തകര് ഭാര്യയും ഭർത്താവും അകത്തേക്ക് കയറി വരുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്ന മോഹൻലാലിനെ കാണുന്നത്. വെള്ള ഷട്ടിൽ നിറയെ ചോര. അപ്പോ സർ ചോര എന്ന് പറയും ആ മാധ്യമ പ്രവർത്തകർ. ഓർമ്മയില്ലേ? നിങ്ങളൊക്കെ കണ്ടതല്ലേ? അപ്പോഴാണ് മോഹൻലാൽ പറയുന്നത്, കർഷകനല്ലേ മാഡം, കള പറയ്ക്കാൻ പോയതാണ്. മോഹൻലാൽ ഏത് കളയാണ് പറിച്ചത് എന്ന് ഞാനും നിങ്ങളും ആ സിനിമയിൽ കണ്ടതാണ്. ആലപ്പുഴയിലെ കളകൾ പറയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിലേക്ക് വോട്ട് വന്നതിന്റെ പേരിലാണെങ്കിൽ കണ്ണൂരിലെ പാറപ്പുറത്തെ സഖാക്കളെ പേടിച്ചിട്ടില്ല ഞങ്ങൾ. പിന്നെയാണോ ആലപ്പുഴയിലെ ഇവിടത്തെ PDP-കാരന്റെ SDPI-കാരന്റെ സഹായം കൊണ്ട് മുന്നോട്ട് പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം? മാർക്സിസ്റ്റ് പാർട്ടിയിലെ ചങ്കുറപ്പുള്ള, തന്റെ ഇടമുള്ള, ഗൗരിയമ്മയെ ഒരു കാലത്ത് സ്നേഹിച്ചിട്ടുള്ള, ആരാധിച്ചിട്ടുള്ള ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ നെഞ്ചേറ്റിയിട്ടുള്ള മുഴുവൻ സഖാക്കളും മനസ്സിനകത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വരെ ഇന്ന് ശപിക്കുകയാണ്. നാണക്കേടല്ലേ കേരളത്തിന്? 33% അടങ്കൽ തുക, 33% അടങ്കൽ തുക വെട്ടിക്കുറച്ചു. കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്ന പൈസ, ക്ലാസ് മുറികളിലെ കുട്ടികളുടെ പഠനത്തിനുള്ള പൈസ, കുട്ടികൾക്ക് കഞ്ഞിയും അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയും കൊടുക്കുമെന്ന് പറഞ്ഞ പൈസ അവർ നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ കിട്ടില്ലേ? നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനോട് ചോദിച്ചാൽ കിട്ടില്ലേ? കിട്ടും. എങ്ങനെയാണെന്ന് അറിയുമോ? കോമയിടേണ്ട സ്ഥലത്ത് കോമയിടണം, പൂജ്യമിടേണ്ട സമയത്ത് പൂജ്യമിടണം, കൃത്യമായ കണക്ക് കൊടുക്കണം. ഇത് ഏതെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി ഉണ്ടാക്കിയ പണമല്ല. നരേന്ദ്രമോദിയാണ് കാവൽക്കാരൻ. ആ നരേന്ദ്രമോദി കാവൽക്കാരനായി ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ചോദിക്കുന്ന പണം തരും, പക്ഷെ കണക്ക് ചോദിച്ചാൽ കൊടുക്കണം. കത്ത് കൃത്യമായി സമയത്ത് അയക്കണം. ആ അയച്ച കത്ത് അവിടെ വെരിഫിക്കേഷൻ നടത്താൻ ആളുകളുണ്ട്, അത് പഠിക്കും. അത് കഴിഞ്ഞാൽ നീതി ആയോഗിന്റെ ടീമുണ്ട്, അവർ പഠിക്കും. പ്രധാനമന്ത്രിയുടെ ഓഫീസിനകത്ത് 300-ലധികം വരുന്ന IAS ഓഫീസർമാർ, റിട്ടയർഡ് ആയിട്ടുള്ള IAS ഓഫീസർമാരുണ്ട്, അവർ പരിശോധിച്ചു നോക്കും. അങ്ങനെയാണ് ഈ കേരളത്തിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്കും പണം കൊടുക്കുന്നത്. 33% വെട്ടിക്കുറച്ചു. ഇപ്പൊ പുതിയ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. എന്താ തീരുമാനം? 50% തുക വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 50% തുക നിങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ഭരണകൂടം മുന്നോട്ട് പോകുമ്പോ എന്റെ ഇവിടുത്തെ പരിണതപ്രജ്ഞരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്ക് കേരളം രക്ഷപ്പെടണമെന്നുള്ള ചിന്തയില്ലാത്തത്? ആ ചിന്തയില്ലാത്ത ആളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ, മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്യുമ്പോ, കരിമണൽ ലോബിയുടെ വിഷയം അത് ചർച്ച ചെയ്യുമ്പോ, കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ നടക്കുന്ന അഴിമതിയും അക്രമവും ചർച്ച ചെയ്യുമ്പോൾ
മലപ്പുറത്ത് അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ കാവൽക്കാരനായി ഉണ്ടായിരുന്ന മലപ്പുറത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ അൻവറിനെ സ്ഥാനാർത്ഥിയായിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചപ്പോ അൻവറിന്റെ കയ്യിലെ നാണയത്തുട്ടുകളുടെ കിലുക്കം കണ്ട് അൻവറിന് ടിക്കറ്റ് കൊടുത്ത് അൻവറിനെ മത്സരിപ്പിച്ച് ആ അൻവർ പറഞ്ഞു, എന്താണ് കേരളത്തിൽ ആകെ നടക്കുന്നത് ലഹരി മാഫിയയുടെ വിളയാട്ടമാണ്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ വിളയാട്ടമാണ്, കേരളത്തിൽ നടക്കുന്നത് അക്രമങ്ങളാണ്, കൊട്ടേഷൻ സംഘങ്ങളാണ്. ആ അൻവർ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ 20,000 കോടി രൂപ സിയാറോ ലിയോണയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആര്? അതിൽ 4,000 കോടി എന്റെയാണ്. ആരുടെയാണ്? അൻവറിന്റെയാണ്. ബാക്കി 16,000 കോടി ആരുടെയാണ്? അന്വേഷിക്കണ്ടേ? കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ 10 ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് 100 രൂപ പോലും കൊടുത്ത് സഹായം ചെയ്യാത്ത മലപ്പുറത്തെ അൻവർ ഒരു ദേവദൂതനെ പോലെ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുമ്പോ എന്താ മിണ്ടാത്തത്? എന്താ മിണ്ടാൻ പറ്റാത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്താ അൻവറിനെതിരെ കേസെടുക്കാത്തത്? സാധിക്കില്ല. കാരണം എന്താണെന്നറിയുമോ? കേരളത്തിലെ ജനങ്ങളുടെ പണം അപഹരിച്ചെടുത്തുകൊണ്ട് ആ പണം വേറെ വഴിയിലൂടെ അമേരിക്കയിലേക്ക് പോകുന്നു. ആ പണം ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോകുന്നു. ആ പണം അങ്ങോട്ട് പോവുകയും സ്വർണ്ണക്കട്ടികൾ ബിരിയാണി ചെമ്പിൽ ഇങ്ങോട്ടേക്ക് വരികയും പിന്നെ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയും ഒക്കെ ചെയ്തപ്പോ ഈ കേരളത്തിന്റെ ആലപ്പുഴയിൽ മാത്രമല്ല, പത്തിയൂരിൽ മാത്രമല്ല, ബിപിൻ പറഞ്ഞല്ലോ, പത്തിയൂരിലും ആലപ്പുഴയിലും മാത്രമല്ല കേരളത്തിൽ വ്യാപകമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു വലിയ ഭൂതം വിഴുങ്ങിയിരിക്കുകയാണ്. ആ ഭൂതം എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ലോബിയാണ്. ആ ഭൂതം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സ്കൂൾ കോമ്പൗണ്ടിൽ മയക്കുമരുന്ന് കിട്ടുകയാണ്. ആരാ കൊടുക്കുന്നത്? ആരാണ് ആ കുട്ടിയെ വഴിതെറ്റിക്കുന്നത്? ആരാണ് ലഹരി മാഫിയയുടെ ഈ മാഫിയ സംഘത്തിന്റെ തലവൻ? പിടിക്കാനല്ലേ കേരളത്തിലുള്ള ആഭ്യന്തര വകുപ്പ്? ആ അധികാരമല്ലേ പിണറായി വിജയന്റെ കയ്യിലുള്ളത്? എന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് കയ്യിലുണ്ടായിട്ട് ഇവിടുത്തെ ഭീകരവാദികളെ അടിച്ചമർത്താൻ സാധിക്കാത്തത്, എന്റെ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ സാധിക്കാത്തത് നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം എന്താണെന്നറിയുമോ? നിങ്ങളെ ഉപദേശിക്കുന്ന കുറെ ഉപദേശം നടത്തുന്ന ആളുകളുണ്ട്. അത് ഒന്ന് പരിശോധിച്ചാൽ പിണറായി വിജയന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് കേരളം മാനം മര്യാദയ്ക്ക് മുന്നോട്ട് പോകാത്തത് എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഉത്തരം കിട്ടും. പിന്നെ കുറെ ഡോക്ടറേറ്റ് എടുത്ത ആളുകളുണ്ട്. സുധാകരൻ സാറിനെ ബഹുമാനിക്കാത്തത് സുധാകരൻ സാറിന്റെ കയ്യിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന് എന്താണ് ഗളരിപ്പയറ്റ് അറിയില്ല. ഗളരിപ്പയറ്റ് അറിയാത്തത് കൊണ്ട് ആ ഗളരിപ്പയറ്റ് അറിയുന്ന ചില ആളുകൾ അദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്ന് കണ്ണൂർ ലോബി വിളിച്ചു പറയുമ്പോ ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോ സുധാകരൻ സാർ പറയുകയാണ്, എനിക്കങ്ങനെ ഗപ്പൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് സാധാരണ സമ്മാനം മാത്രമേ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം മിണ്ടാതെ സാത്വികനായിട്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഡോക്ടറേറ്റ് പലർക്കും കൊടുക്കുന്നുണ്ട്. ആർക്കാ കൊടുക്കുന്നത്? ഷിജു ഖാന് കൊടുത്തു. ആരാ ഷിജു ഖാൻ? ഷിജു ഖാൻ ഒരു SFI കാരൻ, DYFI കാരൻ, അവരുടെ ആ ലിസ്റ്റിൽ പെട്ട ആളാണ്. ഷിജു ഖാന് ഡോക്ടറേറ്റ് കൊടുത്തപ്പോ എന്താ കൊടുക്കാൻ കാരണം? വാഴക്കൊലയും ചങ്ങമ്പുഴയും തിരിച്ചറിയാത്ത ചിന്താ ജെറോമിന് ഡോക്ടറേറ്റ് കൊടുത്തു. ചിന്താ ജെറോമിന് ഡോക്ടറേറ്റ് കൊടുത്തപ്പോ ഷിജു ഖാൻ പറഞ്ഞു, എനിക്കും വേണം ഒരു ഡോക്ടറേറ്റ്. എന്നാ ശരി, പിടിച്ചോ, നിനക്കും ഒരു ഡോക്ടറേറ്റ് കൊടുത്തു. കട്ടൻ ചായ കുടിക്കാൻ ഗതിയില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടി MSc-യും BSc-യും ഒക്കെ കഴിഞ്ഞ് റാങ്കും വാങ്ങിയിരിക്കുമ്പോ ഒരു ജോലി കൊടുക്കാൻ സാധിക്കാതെ സർക്കാർ സ്കൂളിലെ ടീച്ചർമാരെ നിയമിക്കാതെ എന്താ ചെയ്യുന്നത്? ഡെയിലി വേജസിന് ടീച്ചർമാരെ വെക്കുകയാണ്. കോളേജിലോ അവിടെ ഗസറ്റഡ് ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട നിയമനങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെയും ദിവസക്കൂലിക്ക് മണിക്കൂറിന് കൂലി കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ആളുകളെ എത്തിക്കുമ്പോ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് ഉന്നതമായിട്ട് സർവകലാശാലയിൽ ജോലി, കണ്ണൂരിലെ രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തപ്പോ ചിന്താ ജെറോമിനും ഷിജു ഖാനും ഡോക്ടറേറ്റ് കൊടുക്കുമ്പോ
ആലത്തൂരിലെ മുൻ MP ബിജുവിനും വേണം ഡോക്ടറേറ്റ്. എന്തിൽ ഡോക്ടറേറ്റ് വേണം? കെമിസ്ട്രിയിൽ വേണം. ക്ലാസ്സിൽ പോണ്ട. ക്ലാസ്സിൽ പോകാതെ, കെമിസ്ട്രി പഠിക്കാതെ കെമിസ്ട്രിയിൽ ബിജുവിന് ഡോക്ടറേറ്റ് കൊടുത്തു. പിന്നെ ബിജുവിന്റെ ഫാമിലിക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോ, കാരണം ഇവർക്ക് ബൂത്തിലും അല്ലെങ്കിൽ ഇവർക്ക് പ്രാദേശിക തലത്തിലുമൊക്കെ ചോദ്യം ചെയ്യാനുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവും. ആ മീറ്റിംഗിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പത്തിയൂരിലെ സഹോദരൻ ശ്രമിച്ചിട്ടുണ്ടാകും. നിങ്ങൾ മുഴുവൻ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കറിയാം. കുറച്ച് കാര്യങ്ങളാണ് സൂചന നൽകിയത്. ഇവര് കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ പണ്ട് തമാശയായിട്ട് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തില് കമ്മീഷൻ വെച്ചപ്പോ ഒരു സഹോദരി അന്ന് ഗർഭിണിയായിരുന്നു അത്രേ. അപ്പൊ സഹോദരി ഗർഭിണിയായപ്പോ പാർട്ടി കമ്മിറ്റി എടുത്ത തീരുമാനം ഗർഭിണിയായി, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. 10ാം മാസത്തില് സഹോദരി പ്രസവിച്ചു. അപ്പോ ഈ കുട്ടി പറഞ്ഞു കമ്മീഷൻ കണ്ടെത്തിയത് ഗർഭമില്ല എന്നാണ്, അതുകൊണ്ട് കുട്ടിക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്ന ഒരു അന്വേഷണ കമ്മീഷനാണ് കേരളം മുഴുവൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഈ സഹോദരനെതിരെയും നിങ്ങൾ ഇല്ലാത്ത കമ്മീഷനും ഉള്ള കമ്മീഷനും ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഒരാൾ വരുമ്പോഴല്ലേ നിങ്ങൾക്കത് നിയന്ത്രിച്ചു നിർത്താൻ പറ്റൂ. കേരള വ്യാപകമായി വരാൻ പോകുന്ന നാളുകളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നല്ല ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരും. ഞങ്ങൾ ശാരണം, ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ അവർക്ക് കവചമായി വർത്തിച്ചുകൊണ്ട് അവരുടെ കഴിഞ്ഞകാല നേതാക്കന്മാരുടെ സ്വപ്നം, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, സോഷ്യലിസം, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറയ്ക്കൽ, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാവൽക്കാരനായിട്ടുള്ള നരേന്ദ്രമോദി എന്നോടും നിങ്ങളോടും പറഞ്ഞത്. ഞാൻ 300 പദ്ധതികൾ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് സുകന്യാ സമൃദ്ധി പദ്ധതി, ആ സുകന്യാ സമൃദ്ധി പദ്ധതി മുതൽ വയസ്സായിട്ടുള്ള അമ്മൂമ്മയ്ക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി 5 ലക്ഷം രൂപയുടെ, അതിനിടയിലുള്ള ഇന്ദ്രധനുഷ് യോജന, മാതൃവന്ദനം പദ്ധതി, അങ്ങനെ ഇഷ്ടം പോലെ പദ്ധതികൾ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഈ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അത് പത്തിയൂർ പഞ്ചായത്തില് ഈ വാർഡില് ബിജുവിന്റെ നേതൃത്വത്തിൽ, ബിജു നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ ഒരു ജോലിക്കാരനായിട്ട് പ്രവർത്തിക്കും. അതാണ് ഞങ്ങൾ ഈ വാർഡിലെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നല്ലവരായിട്ടുള്ള മനുഷ്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരനെ താമര ചിഹ്നത്തിൽ വോട്ട് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ സ്വീകരിച്ച് നിങ്ങൾ ആ മനുഷ്യനെ വിജയിപ്പിച്ചാൽ ഈ വാർഡ് നോക്കുന്നത് ബിജു മാത്രമായിരിക്കില്ല, ബിജുവിന്റെ സഹോദരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ കൂടി ഈ ബിജുവിനോടൊപ്പം ഉണ്ടാകും. ഈ വാർഡിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ മുഴുവൻ ആളുകൾ ഞങ്ങൾ തരും സർട്ടിഫിക്കറ്റ് ബിജുവിന്. കാരണം ബിജു അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പത്തിയൂരിലെ ഈ വാർഡിനെ സംരക്ഷിച്ചുകൊണ്ട് ബിജുവിന് ഇവിടുത്തെ അമ്മമാരുടെ, വാർദ്ധക്യപ്രായത്തിൽ നിൽക്കുന്ന അച്ഛന്മാരുടെ, സഹോദരിമാരുടെ, സഹോദരന്മാരുടെ എല്ലാം മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് എന്റെ പ്രിയപ്പെട്ട ബിജു ഉണ്ടാകും. ബിജുവിനെ എന്നെ അനുഗ്രഹിച്ചതുപോലെ തന്നെ 1ാം സ്ഥാനത്തെത്തിച്ച് വലിയ ഭൂരിപക്ഷത്തില് ഇവിടെ നിന്ന് ബിജുവിനെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഇവിടെ കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാലം കാത്തിരുന്നില്ലേ? ഇപ്പൊ കണ്ണട വെച്ച സഹോദരൻ എത്ര കാലമായി ഈ പ്രസ്ഥാനത്ത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ, മുതിർന്ന ആളുകൾ, എനിക്ക് 50 വയസ്സായി. ഞാൻ പറഞ്ഞല്ലോ 13 വയസ്സിൽ തുടങ്ങി, എനിക്ക് 50 വയസ്സായി. 60 വയസ്സും 65 വയസ്സും ഒക്കെയുള്ള 70 വയസ്സൊക്കെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇനി അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല. 8 വർഷം, അതെല്ലാവരും എഴുതി വെച്ചോളൂ. 8 വർഷം തികയുമ്പോ മുഖ്യമന്ത്രി, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ മുഖ്യമന്ത്രിയെ കാണാൻ സന്തോഷിക്കാൻ സാധിക്കും. ജോലിക്കാരെ പോലെ ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കും. ഞങ്ങളുടെ സർവേ റിപ്പോർട്ട് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ചോദിക്കണം. ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഉപാധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത് എന്ന് ചോദിക്കാൻ അവകാശപ്പെട്ടവർ ഈ ഇരിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ മുന്നിലാണ് ഞാൻ തലകുനിക്കുക, ഈ ഇരിക്കുന്നവരുടെ മുന്നിലാണ് തലകുനിക്കുന്നത്. കാരണം നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ പ്രവർത്തനം മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, അത് ഭാരതീയ ജനതാ പാർട്ടിയെ വളർത്താൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയെ അത് ഈ സമൂഹത്തിന്റെ മണ്ണിൽ പറപ്പിക്കാൻ
നമ്മുടെ ആളുകളെ വിജയിപ്പിക്കാൻ, അവർ വിജയിക്കുന്നത് കണ്ട് സന്തോഷിക്കാൻ. എന്താ പറഞ്ഞത്? മഹാരാഷ്ട്ര 8 നിലയിൽ പൊട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മൾ വാങ്ങി. മഹാരാഷ്ട്ര നമുക്ക് കിട്ടി. മനുഷ്യരുടെ ഹൃദയമാണ് നമ്മൾ വാങ്ങിയത്. ശരത് പവാറിന്റെ കൂടെയുള്ള അജിത് പവാറിന്റെ കയ്യിൽ ധാരാളം MLA-മാരെ ആ മഹാരാഷ്ട്രയിലെ ജനത അദ്ദേഹത്തിന്റെ കയ്യിലാണ് വെച്ചു കൊടുത്തത്. ബാൽ താക്കറെയുടെ സ്വപ്നങ്ങളെയും ചിന്തകളെയും പാർശ്വവൽക്കരിച്ച ഉദ്ധവ് താക്കറെക്ക് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തോടെ എനിക്ക് പറയാനുള്ളത്, മഹാരാഷ്ട്രയില് 16 സീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത്. വെറും 16 സീറ്റ്. ഇത്രയും വലിയൊരു സംസ്ഥാനത്തിൽ ഞങ്ങൾ ഛത്തീസ്ഗഡിൽ, ഞങ്ങൾ രാജസ്ഥാനിൽ, ഞങ്ങൾ ഉത്തർപ്രദേശിൽ, നിങ്ങളിപ്പോ പറഞ്ഞ മഹാരാഷ്ട്രയിൽ, ഞങ്ങൾ UP-യിൽ, ഈ രാജ്യത്തിന്റെ ഭൂപടം എടുത്തു കഴിഞ്ഞാൽ അപൂർവം ചില പ്രദേശങ്ങൾ നോർത്ത് ഈസ്റ്റില്, മണിപ്പൂർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പിൻ പോയിന്റുകൾ മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി NDA-ക്ക് ഭരിക്കാൻ സാധിക്കാത്തത്. അതിൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, ആന്ധ്ര നമ്മളിപ്പോ പിടിച്ചു, തെലങ്കാനയുണ്ട്, അവിടെയും നമ്മൾ മുന്നേറുകയാണ്. പശ്ചിമ ബംഗാളിൽ നമുക്ക് ധാരാളം MLA-മാരുണ്ട്. വരാൻ പോകുന്ന നാളുകളിൽ പശ്ചിമ ബംഗാളിന് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുമെന്നാണ് സുവേന്ദു അധികാരിയും നമ്മുടെ പ്രവർത്തകന്മാരും നേതൃനിരയിൽ ഇരിക്കുന്നവരും പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ നാട് മാറുകയാണ്. ഈ കേരളത്തിന് മാറാതിരിക്കാൻ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ BJP ഉള്ള സ്ഥലത്തെല്ലാം മനുഷ്യർക്ക് പുരോഗമനം ഉണ്ടാകുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പാടശേഖരങ്ങളുണ്ട്, കർഷകന്മാരുണ്ട്, നല്ല തൊഴിലാളികളുണ്ട്. ആ കൃഷിപ്പണിയെടുത്ത് നെല്ല് കൂട്ടിയിട്ട കുട്ടനാട്ടിലെ കർഷകർക്കും ഇവിടത്തെ കായംകുളത്ത് നെല്ലുൽപാദിപ്പിക്കുന്ന കർഷകര് ഉണ്ടെങ്കിൽ അവർക്കും റെസീറ്റ് കൂട്ടിയല്ലേ കിട്ടിയത്? നിങ്ങൾ പാടത്ത് അധ്വാനിച്ച് പണിയെടുത്ത് നെല്ല് അങ്ങോട്ട് കൊടുത്ത് പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് റെസീറ്റ് കുട്ടിയും വാങ്ങിയിട്ട് ആ റെസീറ്റ് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ച് ജീവിച്ചോളാൻ പറയുന്ന ഏത് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ? ഈ കേരളമല്ലാതെ. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കട്ടെ, താങ്കൾ എന്തെങ്കിലും ഒരു പദ്ധതി, എന്തെങ്കിലും ഒരു പ്രൊജക്ട് അത് ഇവിടുത്തെ കർഷകന്മാർക്ക് വേണ്ടിയിട്ട് കേന്ദ്ര തലത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കർഷകരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അഖിലേന്ത്യാ തലത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്ററായി ശിവരാജ് സിംഗ് ചൗഹാൻ. കഴിവും പ്രാപ്തിയുമുള്ള ഒരു മനുഷ്യൻ. 20 കൊല്ലമാണ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി. ഒരു ദിവസമോ 2 ദിവസവുമല്ല. മധ്യപ്രദേശിലെ മനുഷ്യർ മുഴുവൻ മാമാജി എന്ന് വിളിക്കുന്ന ആ ശിവരാജ് സിംഗ് ചൗഹാനോട് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത്, ഇന്ത്യയിലെ മുഴുവൻ കർഷകരെയും സംരക്ഷിക്കലാണ് നിങ്ങളുടെ പരിപാടി. ആ പരിപാടി പറഞ്ഞു, കേരളത്തിലെ കർഷകരുടെ 1 കിലോ നെല്ലിന് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ തുക വർദ്ധിപ്പിക്കുമ്പോ കേരള ഗവൺമെന്റ് തുക കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു അപേക്ഷ കൊടുക്കുമോ? നിങ്ങൾ എന്താ അപേക്ഷ കൊടുക്കേണ്ടതെന്ന് അറിയുമോ? പ്രിയപ്പെട്ട പ്രസാദ് എന്ന് പറയുന്ന കേരളത്തിലെ ഇവിടുത്തെ വകുപ്പ് മന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പേപ്പർ നിങ്ങൾ കൊടുക്കുമോ നരേന്ദ്രമോദിക്ക്? എന്താ പേപ്പർ എന്നറിയുമോ? കേന്ദ്രം കൊടുക്കുന്ന തുക നേരിട്ട് കർഷകരുടെ നെല്ലിന്റെ വിലയായിട്ട് അത് കൊടുത്താൽ ഞാൻ സംതൃപ്തനാണ് എന്ന് ഇവിടുത്തെ കാർഷിക വകുപ്പ് മന്ത്രി പ്രസാദിന് കൊടുക്കാൻ സാധിക്കുമോ? ഒരു അപേക്ഷ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കൂടെയുള്ള ശിവരാജ് സിംഗ് ചൗഹാന് കൂടെ ഞങ്ങൾ ആരെങ്കിലും വരാം, കൊടുക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രി പിണറായിയോട് പറയണം, ഇവിടുത്തെ നെൽ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പണം അത് തത്സമയം കൊടുക്കാൻ പറയണം. നിങ്ങൾ ആന്ധ്രയിലേക്ക് അരി വാങ്ങാൻ പോകുന്നില്ലേ? നിങ്ങൾ ആന്ധ്രയിൽ അരി വാങ്ങാൻ പോകുമ്പോ നിങ്ങളെ റെസീറ്റ് എഴുതി കൊടുക്കുകയാണോ? അല്ലല്ലോ. ആന്ധ്രയിൽ പോയി അവിടുത്തെ അരി വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പണം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആലപ്പുഴയിലെ കർഷകന്മാർ വിൽക്കുന്ന നെല്ലിന് തത്സമയം പണം കൊടുക്കാൻ എന്താ നിങ്ങളുടെ കയ്യിലില്ലാത്തത്? കാരണം അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ പറ്റുമോ? അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ പറ്റില്ല. കർഷകൻ സമ്മതിക്കുമോ? നിശ്ചയിച്ച വിലക്ക് കർഷകന്റെ കയ്യിൽ നിന്ന് നെല്ല് വാങ്ങണം. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. 70 ലക്ഷത്തിൽ താഴെ, 70 കോടിക്ക് താഴെ സുരക്ഷയ്ക്ക് വേണ്ടി ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചപ്പോ 380 കോടിക്ക് ക്യാമറ കരാർ കൊടുത്തു. 11,000 കോടി ഒരു കൊല്ലം മരുന്ന് വാങ്ങുമ്പോ 11,000 കോടിയിൽ നിന്ന് പിണറായിലെ പാറപ്പുറത്തെ പെട്ടിയിലേക്ക് എത്ര കോടി പോകുന്നുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എല്ലാത്തിനും കമ്മീഷനാണ്. നിങ്ങൾക്ക് ഈ നാട്ടിലെ പ്രസംഗം മാധ്യമ സുഹൃത്തുക്കൾ വഴി കേൾക്കുന്ന മത്സ്യത്തൊഴിലാളികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മത്സ്യസമ്പത്ത് യോജന പദ്ധതിക്ക് വേണ്ടി 12,800 കോടി രൂപ, 12,000 കോടി രൂപയിലധികം കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ട് 5,000 കോടി രൂപ ഉപയോഗിക്കാതെ ലാപ്സാക്കി കളഞ്ഞു കേരളത്തിലെ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി.
ഉത്തരം പറയണ്ടേ? പാവപ്പെട്ട ആ കർഷകന്മാരെ, മത്സ്യമേഖലയിൽ ജീവിക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയെ സംരക്ഷിക്കാൻ സാധിക്കാത്തവർ, കാർഷിക മേഖലയ്ക്ക് ഉപയോഗപ്രദമായ പദ്ധതികൾ കേന്ദ്രത്തെ ഉപയുക്തമാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്തവർ, നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭരണം നടത്തുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിത നിലവാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾ 50% തുക, അടങ്കൽ തുക വെട്ടിക്കുറയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കണം. മന്ത്രിമാരുടെ, നിങ്ങളുടെ പണമുണ്ടല്ലോ, മന്ത്രിമാരുടെ ശമ്പളം നിങ്ങൾ അടിയന്തരമായിട്ട് ഒരു മന്ത്രിസഭാ യോഗം ചേരണം. ആ മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി മാതൃക കാണിക്കണം. മാതൃക കാണിച്ചുകൊണ്ട് താങ്കൾ പറയണം, എന്റെ ശമ്പളം പകുതിയായി ഞാൻ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് പറയണം. മന്ത്രിമാരും ആ തീരുമാനമെടുക്കണം. എന്നിട്ട് മതി കേരളത്തിലെ ജനങ്ങളുടെ മേൽ കുതിര കയറാനുള്ള തീരുമാനമെടുക്കാൻ. 50% അടങ്കൽ തുക വെട്ടിക്കുറച്ചത് പിൻവലിച്ചുകൊണ്ട് അത് 100% ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ആർജവമുള്ളവർ വരാൻ പോകുന്ന നിയമസഭയിൽ, കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് എന്റെ സഹപ്രവർത്തകന്മാരുണ്ടാകും. 25 MLA-മാരിൽ കുറയാത്ത ആളുകളെ ആ നിയമസഭയ്ക്കകത്ത് എത്തിക്കുമെന്നുള്ള കഠിനമായിട്ടുള്ള വ്രതമാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ ഈ പ്രാദേശിക തലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ വിജയിപ്പിക്കാൻ എല്ലാ വീടുകളിലേക്കും പോകണം. അവിടുത്തെ പഠിക്കുന്ന കുട്ടികളുടെ കണക്കെടുക്കണം. ആ വീടുകളിലെ അമ്മമാർക്ക് കിട്ടേണ്ട പദ്ധതികളെ കുറിച്ചുള്ള പരിശോധന നടത്തണം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ, എന്റെ അനിയനെ ഇവിടെ നിന്ന് വിജയിപ്പിച്ചാൽ ഒരു കോമൺ സർവീസ് സെന്റർ, ആ കോമൺ സർവീസ് സെന്ററിലൂടെ നരേന്ദ്രമോദിയുടെ പദ്ധതികൾ ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയെടുക്കും. അതിന് എന്റെ പ്രിയപ്പെട്ട അനുജനെ സഹായിക്കണം. ഒരു പക്ഷഭേദവും ഉണ്ടാകില്ല. കാരണം മോദിജി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോൺഗ്രസ് ആയിക്കോ, BJP ആയിക്കോ, മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കോ, സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടും ഒപ്പം എല്ലാവർക്കും വികാസം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്കാരന് ജോലിക്കാരോട് ആരാധനായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഒരു ജോലിക്കാരനായി എന്റെ പ്രിയപ്പെട്ട അനുജനെ ഈ വാർഡിലെ ജനങ്ങൾ സ്വീകരിക്കണമെന്നും അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.